നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില ആൾക്കാർക്ക് മാത്രം ലൈഫിൽ എന്തുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നതെന്ന്? അവരൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജോബ് കിട്ടും. അതുപോലെ എന്തെങ്കിലും സെല്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് വിറ്റുപോകും. ഇനിയിപ്പോൾ അവരൊരു ഹെൽപ്പ് ചോദിച്ചാൽ പോലും ആരും നോ പറയാറില്ല. ഈസ് ഇറ്റ് ലക്ക്? നോ. അത് അവരുടെ ഓഫർ നല്ലതായതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മാത്രമുള്ള ഒരു കാര്യമാണെന്നാണ്. പക്ഷേ റിയൽ ലൈഫിലും യു ആർ ഓൾവേസ് മേക്കിംഗ് ആൻ ഓഫർ. നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ടൈമിന് പകരമായിട്ട് എനിക്ക് സാലറി തരൂ എന്ന് പറയുന്ന ഒരു ഓഫറാണ്. അതുപോലെ തന്നെ ഒരു സൈഡ് ഹസിൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓഫർ വേണം. ഈവൻ നിങ്ങളൊരു ഡേറ്റിന് ചോദിച്ചാൽ അതുവരെ ഒരു ഓഫറാണ്. പക്ഷെ പൊതുവെ ആൾക്കാർക്ക് എങ്ങനെ ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്നറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈഫിൽ ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ് മൈൻഡ്സിൽ ഒരാളായ അലക്സ് ഹോർമോസിയുടെ ഫോർമുലയാണ്. ഹോർമോസി അതിന് പറയുന്നത് ഗ്രാൻഡ് സ്ലാം ഓഫർ എന്നാണ്. ആൻ ഓഫർ സോ ഗുഡ് പീപ്പിൾ ഫീൽ സ്റ്റുപ്പിഡ് സേയിങ് നോ. ഇതുപയോഗിച്ച് പുള്ളി പല $100 million ബിസിനസ്സുകൾ സ്കെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫോർമുല നമ്മളുടെ ബിസിനസ്സിൽ മാത്രമല്ല, നമുക്ക് നമ്മളുടെ ലൈഫിലും കരിയറിലും ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ബൈ ഡൂയിങ് ദിസ് പീപ്പിൾ വിൽ ഫീൽ സ്റ്റുപ്പിഡ് സേയിങ് നോ ടു യു. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ദർ ആർ ഓൺലി 2 ways ടു ഗ്രോ. ഗെറ്റ് മോർ കസ്റ്റമേഴ്സ് ആൻഡ് ഇൻക്രീസ് ഈച്ച് കസ്റ്റമേഴ്സ് വാല്യൂ. ആൻഡ് കസ്റ്റമറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് 2 വഴിയാണുള്ളത്. ഇൻക്രീസിങ് ദ പ്രോഫിറ്റ് പെർ പർച്ചേസ് ആൻഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടൈംസ് ദേ ബൈ. സോ ബിഫോർ വി ബ്രേക്ക് ഡൗൺ ദ $100 million ഫോർമുല, ഹൂ ഇസ് അലക്സ് ഹോർമോസി? ആരാണ് അലക്സ് ഹോർമോസി എന്ന് നോക്കാം. അലക്സ് ഹോർമോസി ഒരു നോർമൽ എൻ്റർപ്രണർ ആയിരുന്നു ആൻഡ് സ്റ്റാർട്ട് ചെയ്തത് ജിം ബിസിനസ്സുകളിലൂടെയാണ്. ആൻഡ് അതിനുശേഷം ജിം ലോഞ്ച് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഹോർമോസിയുടെ ഫസ്റ്റ് $100 million കമ്പനി. പുള്ളി എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ജിമ്മുകളും മന്ത്ലി മെമ്പർഷിപ്പുകൾ സെല്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അലക്സ് സെല്ല് ചെയ്ത് 6 week ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ് ആണ്. ആൻഡ് ഇത് തന്നെ അലക്സ് എല്ലാ ജിമ്മുകളിലും ലോഞ്ച് ചെയ്തു. ആൻഡ് ഈ ഫ്രെയിം വർക്ക് തന്നെ യൂസ് ചെയ്ത് അലക്സ് പല ജിമ്മുകൾ സ്കെയിൽ ചെയ്തു. ആൻഡ് ഈ ഫ്രെയിം വർക്കിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് ന്യൂട്രീഷൻ പ്ലാൻസ്, ഡെയിലി അക്കൗണ്ടബിലിറ്റി ആൻഡ് എ മാസീവ് ഗ്യാരണ്ടി. ഇത് മൂന്നുമായിരുന്നു ബേസിക്കായിട്ട് ഈ ഫ്രെയിം വർക്കിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഇത് യൂസ് ചെയ്ത എല്ലാ ജിമ്മുകളുടെയും റവന്യൂ സ്കൈ റോക്കറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിലൊരു ഫാക്ട്. ജിമ്മുകൾ 3 മാസം കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ലാഭം 1 മാസം കൊണ്ട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇതേ ഫ്രെയിം വർക്കാണ് ഇപ്പോൾ പുള്ളിയുടെ acquisition.com എന്ന കമ്പനിയിലും പുള്ളി യൂസ് ചെയ്യുന്നത്. ആൻഡ് യൂസിങ് ദിസ് ഡസൺസ് ഓഫ് കമ്പനീസ് പുള്ളി സ്കെയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇത് വെറും തിയറി അല്ല, പ്രാക്ടിക്കൽ പ്രൂഫുള്ള കാര്യമാണ്. നമ്മൾ പലതവണ കേൾക്കാറുണ്ട് മാർക്കറ്റിംഗ് ഈസ് കിങ് എന്ന്. പക്ഷേ ഹോർമോസി പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലയർ ആണ്. നിങ്ങളുടെ ഓഫർ 0 ആണെങ്കിൽ മൾട്ടിപ്ലയർ എത്ര വലുതാണെങ്കിലും റിസൾട്ട് 0 തന്നെയായിരിക്കും. സോ വാട്ട് ഈസ് ആൻ ഓഫർ? ആൻ ഓഫർ ഈസ് ദ കംപ്ലീറ്റ് പാക്കേജ് ഓഫ് വാല്യൂ സംവൺ റിസീവ്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി. ഇതിൽ പ്രൊഡക്റ്റ് മാത്രമല്ല ഉള്ളത്, ബോണസസ്, ഗ്യാരണ്ടീസ്, ഡെലിവറി സ്പീഡ്, കസ്റ്റമർ സപ്പോർട്ട്, ഇതെല്ലാം ചേരുന്നതാണ് ഒരു ഓഫർ. ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബൈ അവർ ഓൺലൈൻ പ്രോഗ്രാം. ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഓഫറാണ്. ആൻഡ് ദിസ് ഈസ് എ ബാഡ് ഓഫർ ടു മേക്ക്. അതേസമയം ലൂസ് യുവർ ഫസ്റ്റ് 15 kgs ഇൻ 12 weeks വിത്തൗട്ട് ഗിവിങ് അപ്പ് യുവർ ഫേവറേറ്റ് ഫുഡ്സ്, അല്ലെങ്കിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടി. ഇതിനാണ് നമ്മളൊരു ഗുഡ് ഓഫർ എന്ന് പറയുന്നത്. രണ്ടിലെയും ഡിഫറൻസ് കണ്ടില്ലേ? പ്രൊഡക്റ്റ് സെയിം ആയിരിക്കാം, പക്ഷെ പെർസീവ്ഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അത് ഡിഫറെൻ്റ് ആണ്. ഗ്രേറ്റ് ബിസിനസ്സസ് എപ്പോഴും പ്രൊഡക്റ്റ് അല്ല സെല്ല് ചെയ്യുന്നത്, അവരൊരു ട്രാൻസ്ഫോർമേഷൻ വിത്ത് 100% സെർട്ടനിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനാണ് ഹോർമോസി ദ ഗ്രാൻഡ് സ്ലാം ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് ആക്ച്വലി ഈ ഓഫർ എന്ന് പറയുന്ന ഒരു വാല്യൂ ഇക്വേഷനാണ്. ഇനി നമുക്ക് ആ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇതാണ് ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാൻഡ് സ്ലാം ഓഫർ അല്ലെങ്കിൽ ബെറ്റർ ഓഫേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. ആൻഡ് യു വിൽ ബി ഏബിൾ ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. സോ വാല്യൂ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് കാര്യമല്ല, ഇതൊരു പെർസെപ്ഷനാണ്. ഇതിന് 4 എലമെൻറ്റ്സ് ആണുള്ളത്. ആൻഡ് ഇത് 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് മാക്സിമൈസ് വാട്ട് ദേ ഗെറ്റ് ആൻഡ് മിനിമൈസ് വാട്ട് ദേ ഹാവ് ടു എൻഡോർ. അതായത് ഒരു കസ്റ്റമർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന റിസൾട്ട്സ് വർദ്ധിപ്പിക്കുക, അതേസമയം അവരെ ഈ ഓഫർ എടുക്കുന്നതിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങൾ മിനിമൈസ് ചെയ്യുക. സോ മാക്സിമൈസ് വാട്ട് ദേ ഗെറ്റ് എന്നതിലുള്ളതാണ് ഡ്രീം ഔട്ട്കം, പെർസീവ്ഡ് ലൈക്ലിഹുഡ് ഓഫ് അച്ചീവ്മെൻറ്റ്. അതുപോലെ തന്നെ മിനിമൈസ് വാട്ട് ദേ ഹാവ് ടു എൻഡ്യൂറിലുള്ളതാണ് ടൈം ഡിലേ, അതുപോലെ തന്നെ എഫേർട്ട് ആൻഡ് സാക്രിഫൈസ്. സോ ഇതിനെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ എടുത്തു നോക്കാം.
അതിലൊന്നാമതായിട്ട് വരുന്നതാണ് ഡ്രീം ഔട്ട്കം. ഇപ്പം നമ്മൾ ജിമ്മുകൾ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ സെല്ല് ചെയ്യുന്നത് ജിം മെമ്പർഷിപ്സ് ആണ്. പക്ഷെ ആളുകൾ മേടിക്കുന്നത് ജിം മെമ്പർഷിപ്പ് അല്ല. അവരുടെ ഡ്രീം ഔട്ട്കം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ എസ്തെറ്റിക്സ് ആണ്, ഇനി അതും അല്ലെങ്കിൽ ബെറ്റർ ഹെൽത്ത് ആണ്. സോ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഓഫർ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഡ്രീം ഔട്ട്കം എത്ര സ്പെസിഫിക് ആണോ അതിനനുസരിച്ച് വാല്യൂ കൂടും. അതായത് ഫ്രീലാൻസിങ്ങിൻ്റെ ഒരു കോഴ്സാണെന്ന് വിചാരിക്കുക. ഫ്രീലാൻസിങ് പഠിക്കാം എന്ന് പറയുന്നതിനേക്കാൾ ലാൻഡ് യുവർ ഫസ്റ്റ് $1000 ക്ലയൻറ്റ് ഇൻ 30 days എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രോങ്ങർ ആണ്. കാരണം ഈ ഓഫർ കസ്റ്റമറിൻ്റെ ഡ്രീം ഔട്ട്കം സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ദ കസ്റ്റമേഴ്സ് പെർസെപ്ഷൻ. അവരുടെ മുമ്പിൽ ഈ ഓഫർ വളരെയധികം വാല്യുബിൾ ആണ്. കാരണം ഇത് അവരുടെ ഡ്രീമിനെ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ട ഒരു എലമെൻ്റാണ് പെർസീവ്ഡ് ലൈക്ലിഹുഡ് ഓഫ് അച്ചീവ്മെൻറ്റ്. അതായത് അവർ ആഗ്രഹിക്കുന്ന ഡ്രീം ഔട്ട്കം അവർക്ക് കിട്ടാനായിട്ട് എത്രത്തോളം സാധ്യതയുണ്ടെന്നുള്ളത്. ഔട്ട്കം നല്ലതാണ്, പക്ഷേ ഇത് എനിക്ക് നടക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് എപ്പോഴും കസ്റ്റമറിൻ്റെ മൈൻഡിലുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്കെപ്റ്റിസിസമാണ് ഒരു സെയിലിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. സോ ഇത് സോൾവ് ചെയ്യാനായിട്ട് എവിഡൻസ് വേണം. ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ടെസ്റ്റിമോണിയൽസ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ, കേസ് സ്റ്റഡീസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം റിസൾട്ട്സ്. അതായത് ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കേണ്ട, ഈ 10 പേരുടെ റിസൾട്ട് കണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രസ്റ്റ് കൂട്ടും. ഇത് രണ്ടും നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇനി മിനിമൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലാദ്യത്തെ എലമെൻ്റാണ് ടൈം ഡിലേ. നമ്മൾ ഹ്യൂമൻസ് ബേസിക്കലി ഇംപേഷ്യൻ്റ് ആണ്. അതുകൊണ്ട് എത്ര സ്പീഡിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നോ അത്രയധികം വാല്യൂ വർദ്ധിക്കും. 6 മാസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കാമെന്ന് പറയുന്നതിനേക്കാൾ സീ യുവർ ഫസ്റ്റ് റിസൾട്ട്സ് ഇൻ 14 days എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടും. ഷോർട്ടൺ ദ ടൈം ടു ദ ഫസ്റ്റ് വിൻ. അതായത് ആദ്യത്തെ വിജയം തോന്നിപ്പിക്കാനായിട്ട് നിങ്ങൾ സമയം കുറയ്ക്കുക. അതായത് ആദ്യത്തെ വിൻ എന്ന് പറയുന്നത് എത്ര സ്പീഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ഓഫറിൻ്റെ വാല്യൂ വർദ്ധിക്കും. അടുത്ത എലമെൻ്റാണ് എഫേർട്ട് ആൻഡ് സാക്രിഫൈസ്. സോ ബേസിക്കലി കസ്റ്റമറിന് എത്ര പണി കുറവാണോ അത്രയും നല്ലത്. സോ നമ്മളൊരു ഐക്കിയയുടെ ഫർണിച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫർണിച്ചർ ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ നമുക്കവരെല്ലാം പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇതെല്ലാം വീട്ടിലെത്തി കഴിയുമ്പോൾ നമ്മൾ തന്നെ അസംബിൾ ചെയ്യണം അല്ലേ. അതേസമയം ഒരു ഫർണിച്ചർ കമ്പനി പറയുകയാണെന്ന് വിചാരിക്കുക, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന എല്ലാം ഫിക്സ് ചെയ്ത് തരാം, നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ ആയിട്ട് ഞങ്ങളൊന്നും ചാർജ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഡബിളാണ്. സോ വാല്യൂ കൂട്ടാനായിട്ട് കസ്റ്റമറിൻ്റെ വർക്ക് നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. ഈ 4 എലമെൻറ്റ്സ് കൂടുന്നതാണ് ദ വാല്യൂ ഇക്വേഷൻ. ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഓഫറിൻ്റെ വാല്യൂ കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളാണിത്. ഇത് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഇറ്റ്സ് അപ് ടു അസ്. പക്ഷേ ഈ 4 കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് അവർ ഓഫേഴ്സ് മച്ച് മോർ വാല്യുബിൾ ടു ദ കസ്റ്റമർ. നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പം നിങ്ങളൊരു ഇൻ്റർവ്യൂവിലാണെങ്കിലും ഡ്രീം ഔട്ട്കം വർദ്ധിപ്പിക്കുക, പെർസീവ്ഡ് ലൈക്ലിഹുഡ്, അതായത് നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യാനുള്ള ചാൻസ് എത്രത്തോളമാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുക, നിങ്ങളെ ഹയർ ചെയ്യുന്ന കമ്പനിക്ക് എത്ര സ്പീഡിൽ നിങ്ങൾ കാരണം റിസൾട്ട്സ് കിട്ടുമെന്ന് കാണിക്കുക. ഇതിന് ടൈം ഡിലേ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ഹയർ ചെയ്യുന്നതുകൊണ്ട് അവരുടെ എത്രത്തോളം എഫേർട്ട് ആൻഡ് സാക്രിഫൈസ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുമെന്ന് കാണിക്കുക. ഇങ്ങനെ ഏത് രീതിയിലും നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ റിലേഷൻഷിപ്പുകളിലാവട്ടെ എന്തിലും ആവട്ടെ ഇത് നമ്മളെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യും. ദ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വാല്യൂ സ്റ്റാക്കിംഗ് ആണ്. അതായത് നമ്മളുടെ കസ്റ്റമർ നമ്മുടെ അടുത്തു നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ ഓഫറിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു കോഴ്സാണ് സെല്ല് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ഒരു കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി ടെംപ്ലേറ്റ്സ്, സ്ക്രിപ്റ്റ്സ്, ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, വീക്ക്ലി കോച്ചിങ് കോൾസ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിലും നമുക്ക് നമ്മളുടെ ഓഫറിൻ്റെ വാല്യൂ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇതിനെയെല്ലാം നമ്മൾ ബണ്ടിൽ ചെയ്യുന്നതാണ് ഒരു ഓഫറിൽ വാല്യൂ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ അർജൻസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മളുടെ മെയിൻ കോഴ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,000 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ബോണസ് ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 2,500 rupees ആണെന്ന് വിചാരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ആക്സസ് കൊടുക്കുന്നു. ആൻഡ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു 2,000 rupees ആയിട്ട് കണക്ക് കൂട്ടാം. സോ മൊത്തത്തിൽ നിങ്ങളുടെ ഓഫറിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 14,500 ആണ്. ആൻഡ് ഈ ടോട്ടൽ വാല്യൂവിൽ നിന്ന് പുതിയൊരു പ്രൈസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു വിച്ച് ഈസ് അറൗണ്ട് 8,000 rupees.
ഇപ്പം നമ്മളുടെ കസ്റ്റമറിന് മുമ്പിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വാല്യൂ വളരെ കൂടുതലും പ്രൈസ് കുറവുമാണ്. കസ്റ്റമറിൻ്റെ ബ്രെയിനിൽ ഇപ്പോൾ ഇതൊരു മാസീവ് ഡീലായിട്ട് മാറിക്കഴിഞ്ഞു. ആൻഡ് ഇത് ആങ്കറിങ് സൈക്കോളജിയും കൂടിയാണ്. ടോട്ടൽ വാല്യൂ ഹൈ ആയി കാണിക്കുക ആൻഡ് ദെൻ പ്രൈസ് അതിലും കുറവായിട്ട് ഓഫർ ചെയ്യുക. ആൻഡ് വെൻ യു ഡൂ ഇറ്റ് റൈറ്റ്ലി ഇത് വളരെ എത്തിക്കലും കൂടിയാണ്. കാരണം നിങ്ങളുടെ കസ്റ്റമറിന് എന്തൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അതെല്ലാം മാക്സിമം പ്രൊവൈഡ് ചെയ്യുക. ചുമ്മാ ഒരു ഓഫർ കൊടുക്കുന്നത് മാത്രമല്ല, വി ആർ ആക്ച്വലി പ്രൊവൈഡിങ് ദ വാല്യൂ. ആൻഡ് ഇതേ ഓഫർ ആദ്യത്തെ ഒരു 10 കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ 50 കസ്റ്റമേഴ്സിന് നമ്മളൊരു പകുതി പ്രൈസിൽ കൊടുക്കുകയാണെങ്കിൽ അത് അർജൻസി ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് യുവർ സെയിൽസ്. ഇനി അടുത്ത സ്റ്റെപ്പാണ് റിസ്ക് റിവേഴ്സൽ. ഇനിയിപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിലും കസ്റ്റമറിൻ്റെ മൈൻഡിൽ അവസാനമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എൻ്റെ ക്യാഷ് പോയാലോ എന്നുള്ളൊരു പേടിയായിരിക്കും. ആൻഡ് ഇവിടെയാണ് നമ്മൾ റിസ്ക് റിവേഴ്സൽ യൂസ് ചെയ്യുന്നത്. അതായത് ബേസിക്കലി ഗ്യാരണ്ടികൾ അതുപോലെ തന്നെ വാറണ്ടികൾ ഇത് എല്ലാം റിസ്ക് റിവേഴ്സൽസ് ആണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ജിമ്മിൻ്റെ സിനാരിയോയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 5 കിലോ 60 ദിവസത്തിനുള്ളിൽ കുറയ്ക്കാമെന്ന് നിങ്ങളൊരു ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്കത് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ 5 കിലോ കുറയുന്നത് വരെ ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളെ കോച്ച് ചെയ്യും എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് സ്ലാം ഓഫറാണ്. ഇങ്ങനെ ചെയ്താൽ കസ്റ്റമറിന് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പേടിയില്ല. കാരണം ഫെയിലിയറിന് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ സിസ്റ്റംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫർ 100% ഷുവർ ഷോട്ട് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് ബാക്ക് ഫയർ ചെയ്യും. ആൻഡ് ഇതുകൊണ്ടാണ് നല്ല ഓഫേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റ് സ്വാഭാവികമായിട്ട് നന്നാക്കേണ്ടി വരുന്നത്. സോ അൾട്ടിമേറ്റ്ലി ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് എനി ബിസിനസ് ക്യാൻ ഡു. ആൻഡ് ഒരുപാട് ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിന് ഉണ്ടാകുന്ന ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണി ബാക്ക് ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം അവരുടെ പൈസ തിരിച്ചു ചോദിക്കുക എന്നുള്ളതാണ്. ആൻഡ് ആക്ച്വലി ഇത് പ്രൂവണാണ്. അതായത് 10 പേര് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും അതിൽ 3-4 പേരെ മണി ബാക്കിന് വേണ്ടി വരാറുള്ളൂ. ആൻഡ് ദിസ് ഈസ് നോട്ട് ഫെയർ ആക്ച്വലി. പക്ഷേ ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഇനി ഹോർമോസി പറയുന്നതിലെ ദ ഫൈനൽ തിങ് എന്ന് പറയുന്നത് പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. ആൻഡ് ഇതിൽ ഹോർമോസി പറയുന്നത് എക്സ്പെൻസീവ് ഈസ് ഓൾവേസ് ഗുഡ് എന്ന കാര്യമാണ്. ഇതൊരു കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ കൂടും. ഹൈ പ്രൈസ് സിഗ്നൽസ് ക്വാളിറ്റി, എക്സ്പെർട്ടീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. നിങ്ങളൊരു 50,000 രൂപ ചാർജ് ചെയ്തിട്ട് ഒരാൾക്കൊരു 5 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് പ്രൈസ് ഇസ് എ സ്റ്റീൽ. അതേ സർവീസ് നമ്മളൊരു 5,000 രൂപയ്ക്കോ 10,000 രൂപയ്ക്കോ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കസ്റ്റമേഴ്സിന് അതിൻ്റെ വാല്യൂ പെർസീവ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ഇതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് എപ്പോഴും ചീപ്പ് ഓപ്ഷനായിട്ട് നിലനിൽക്കും. ആൻഡ് പ്രൈസിങ്ങിൽ നമ്മൾ വളരെയധികം ചീപ്പായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ എപ്പോഴും നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സായിട്ട് നമ്മളെ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദിസ് വോണ്ട് ഹാപ്പൻ ഇഫ് യു ആർ എ ഹൈ ടിക്കറ്റ്. നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിലാണെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കില്ല. സോ ആസ് ലോങ് ആസ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ട്രാൻസ്ഫർമേഷൻ റിയൽ ആണ്, ഒരിക്കലും നമ്മൾ കൂടുതൽ പ്രൈസിങ് ചാർജ് ചെയ്യാനായിട്ട് മടിക്കരുതെന്നാണ് ഹോർമോസി പറയുന്നത്. സോ ലൈഫിലും ബിസിനസ്സിലും യെസ് കേൾക്കാൻ തുടങ്ങണമെങ്കിൽ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് ഗ്രാൻഡ് സ്ലാം ഓഫേഴ്സ്. സോ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുവാണെങ്കിൽ ഡ്രീം ഔട്ട്കം ഹൈ ആക്കുക, പ്രൂഫ് കൊടുക്കുക, ഫാസ്റ്റായിട്ട് റിസൾട്ടുകൾ കൊടുക്കുക, കസ്റ്റമറിൻ്റെ എഫേർട്ട് വളരെയധികം കുറയ്ക്കുക, ആൻഡ് ദെൻ ഗ്യാരണ്ടി ആഡ് ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ റിജക്ഷൻ ഈസ് എ തിങ് ഓഫ് ദ പാസ്റ്റ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ.